വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെ ആദ്യം പാലയിൽ ആര് മത്സരിക്കുമെന്നാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അതിന് പാർട്ടി തീരുമാനിക്കുമെന്നായിരുന്നു ജോസ് കെ മാണിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലെ മറുപടി. പക്ഷേ മൈക്ക് ജോസ് കെ മാണിയിൽ നിന്ന് പിടിച്ചു വാങ്ങി. സംശയമുണ്ടോ ജോസ് കെ മാണി എന്ന് റോഷി അഗസ്റ്റിൻ പ്രഖ്യാപിക്കുകയാണ്. കേരള കോൺഗ്രസിൽ പതിവില്ലാത്ത സംഭവവികാസങ്ങളാണ്. റോഷി അഗസ്റ്റിൻ, നമുക്കറിയാം, ജോസ് കെ മാണി പാർട്ടിയുടെ ചെയർമാനാണ്. റോഷിയേക്കാളും അധികാര സ്ഥാനത്തിൽ പാർട്ടിക്ക് മുകളിലാണ്. ആ ജോസ് കെ മാണിയിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങി ഈ വിഷയം പാലയിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് റോഷി. കേരള കോൺഗ്രസിലെ പുതിയ അധികാരമാറ്റത്തിൻ്റെ സൂചനകൾ കൂടിയാണോ ഇത്? ഒപ്പം ഈ പെരുമാറ്റം, റോഷിയുടെ ഈ പെരുമാറ്റം ജോസിനുണ്ടാക്കിയ നീരസം ചെറുതല്ല. ഇങ്ങനെയൊരു പ്രവൃത്തി ഒരുപക്ഷെ റോഷിയുടെ പക്കൽ നിന്ന് ജോസ് ഒരു തരത്തിലും വിചാരിച്ചിരുന്നതുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പാലാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് പാലയിൽ ജോസ് കെ മാണി മത്സരിക്കുമെന്ന് റോഷി പ്രഖ്യാപിക്കുന്നത്. LDFന്റെ വികസന മുന്നേറ്റ യാത്രയുടെ ഭാഗമായി അടിമാലിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഈ അപ്രതീക്ഷിത സംഭവവികാസങ്ങൾ. നമുക്ക് ആദ്യം ആ സംഭവത്തിലേക്ക് ഒന്ന് പോകാം. അത് പാർട്ടി തീരുമാനിക്കും. ആര് മത്സരിക്കണം, പാർട്ടിക്കകത്ത് ആര് മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കും. അതനുസരിച്ച് മുന്നോട്ട് പോകും. ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ചോദിച്ചു ഒരു കുഴപ്പമില്ല. അത് പാർട്ടി തീരുമാനിക്കും. ജോസ് കെ മാണി മത്സരിക്കും. അതൊക്കെ പാർട്ടിയുടെ തീരുമാനങ്ങൾ അവർ സമയത്ത് പുറപ്പെടുവിക്കും എന്ന് മാത്രമേ ഉള്ളൂ. സജ്ജമായി രംഗത്ത് വരും, സജീവമായി നേരിടും. നല്ല വിജയം എല്ലാ മേഖലയിലും ഉണ്ടാവും. പാലായി തന്നെ മത്സരിക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, റോഷിയുടെ പക്കൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങാൻ ജോസ് തിരിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയാണ് റോഷി എന്നുള്ളത് അസാധാരണമായ സംഭവവികാസമായി തന്നെ ഇതിനെ കാണണം. പാർട്ടി തീരുമാനിക്കുമെന്ന് ജോസ് കെ മാണി പറയുമ്പോഴാണ് റോഷി കുറച്ചുകൂടി അധികാരമെടുത്ത് പാലയിൽ ജോസ് മത്സരിക്കും എന്ന് പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത്. നമുക്കറിയാം, പാല 2 തവണ തോൽവിയുടെ കയ്പുനീർ ജോസ് കെ മാണി അറിഞ്ഞ മണ്ഡലം കൂടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശ്രീജിത്ത്. ശ്രീജിത്ത്, ഇത് ഒരു അത്യപൂർവമായ സംഭവവികാസമാണ്. പാർട്ടി ചെയർമാനാണ് പാർട്ടിയുടെ പരമാധികാരി. പാർട്ടി തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കേണ്ട ഒരു സ്ഥാനാർത്ഥം റോഷി. നമുക്കറിയാം, CPMന്റെ അല്ലെങ്കിൽ ഇടതു മന്ത്രിസഭയിലെ മന്ത്രിയാണ് റോഷി. കഴിഞ്ഞ കുറേ കാലങ്ങളായി നടക്കുന്ന സംഭവവികാസങ്ങൾ അറിയാം. മുന്നണി മാറാൻ ജോസ് തീരുമാനിക്കുന്നു. റോഷിയെ ഉപയോഗിച്ച് CPM ഈ വിഷയം അട്ടിമറിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. വീണ്ടും തിരിച്ച് LDFൽ തുടരുമെന്ന് ജോസ് പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ അതിന് പിന്നാലെയാണ് ഇത്തരം സംഭവവികാസങ്ങൾ. എന്തു കരുതണം? ആദ്യമായല്ലോ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നതും. രഞ്ജിത്ത്, ആദ്യമായല്ല സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നത്. എന്തായാലും പാർട്ടി തീരുമാനിക്കുമെന്ന് ജോസ് കെ മാണി പറയുമ്പോൾ മൈക്ക് തട്ടിപ്പറിച്ചുകൊണ്ട് റോഷി അഗസ്റ്റിൻ മറുപടി പറയുകയാണ് ജോസ് കെ മാണി പാലയിൽ മത്സരിക്കുമെന്ന്. അതായത് പാർട്ടി റോഷി അഗസ്റ്റിൻ ആണോ എന്ന ചോദ്യമാണ് സ്വാഭാവികമായും ആളുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലടക്കം ഈ ഒരു രീതി വലിയ ചർച്ചയായി കഴിഞ്ഞു. പ്രത്യേകിച്ച് ജോസ് കെ മാണി മൈക്ക് വീണ്ടും വാങ്ങാൻ ശ്രമിക്കുന്നത്, റോഷി അഗസ്റ്റിൻ്റെ ശരീരഭാഷ, അത് ആധികാരികമായി റോഷി അഗസ്റ്റിൻ ഒരു പ്രഖ്യാപനം എന്ന നിലയിൽ തന്നെ നടത്തുന്നത്. ഇത്രത്തോളം നടന്നില്ലെങ്കിൽ പോലും കഴിഞ്ഞ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് സമാനമായൊരു സംഭവം ഉണ്ടായത്. അന്ന് ഈ ജോസ് കെ മാണി വാർത്താ സമ്മേളനം നടത്തുന്നു. അതായത് നമുക്കറിയാം, അന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമാണ് ഇടതുമുന്നണിയിൽ തന്നെ തുടരണം എന്ന തീരുമാനത്തിലെത്തിയത്. പാർട്ടിയിൽ ഒരു വലിയ ഭിന്നത ഉണ്ടാകുകയും പാർട്ടി ഒരുമിച്ച് പോകാൻ നിൽക്കുകയും ചെയ്തത് അന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ്. ആ യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലും മാധ്യമപ്രവർത്തകർ സമാനമായ ചോദ്യം ഉന്നയിച്ചിരുന്നു. ആ ചോദ്യത്തിന് മറുപടിയായി ജോസ് കെ മാണി പറഞ്ഞത് പാർട്ടി തീരുമാനിക്കും എന്നുള്ളതാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് റോഷി എപ്പോഴും പറഞ്ഞു പാലയിൽ മത്സരിക്കും എന്ന് പറഞ്ഞു. എന്തായാലും ജോസ് കെ മാണിയെ സംബന്ധിച്ച് കുറച്ചുകൂടി ചേർത്ത് വായിക്കേണ്ടത്, ഒരു തരത്തിൽ ജോസ് കെ മാണി കടുത്തുരുത്തിയിലേക്ക് മത്സരിക്കുന്നതിനുള്ള ആലോചനകൾ നടത്തിയിരുന്നു. അവിടുത്തെ എല്ലാ പഞ്ചായത്തുകളിലും വിവിധ കുടുംബയോഗങ്ങൾ ഉൾപ്പെടെ നടത്തുകയും ചെയ്തതാണ്. പക്ഷെ പിന്നീട് ജോസ് കെ മാണിക്ക് ആത്മവിശ്വാസമായി വന്നത് BJP സ്ഥാനാർത്ഥിയായി എത്തുന്ന ഷോൺ ജോർജ് എത്തുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 15,000-ൽ പരം വോട്ടുകൾക്കാണ് മാണി സി കാപ്പൻ ജയിച്ചത്. അന്ന് BJPയുടെ വോട്ട് 25,000-ൽ നിന്ന് 10,000-ലേക്ക് കുറയുകയും ചെയ്തിരുന്നു. അത് BJP വോട്ടുകൾ കൂടി കിട്ടിക്കൊണ്ടാണ് അന്ന് കാപ്പൻ ജയിച്ചത്.
എന്നുള്ളതായിരുന്നു ജോസ് കെ മാണിയുടെ ഒരു ഇപ്പോഴത്തെ ഒരു ആത്മവിശ്വാസം, ഒരു കണക്കുകൂട്ടൽ അങ്ങനെയാണ്. അങ്ങനെ ഷോൺ വരുന്നതോടെ BJP വോട്ടെല്ലാം പിടിക്കുകയും പാലായിൽ നിന്ന് ജയിക്കാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതാണ്. എന്തായാലും ഇനി ജോസ് കെ മാണി പാലയിൽ തന്നെ മത്സരിച്ചാലും അത് പ്രഖ്യാപിക്കുന്ന ഒരു സംഘടനാ രീതിയുണ്ട്. ആ സംഘടനാ രീതിയാണ് ഫലത്തിൽ ജോസ് കെ മാണി ചൂണ്ടിക്കാണിച്ചത്. ഒരാൾ താൻ സ്വയം മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയല്ലല്ലോ ചെയ്യേണ്ടത്, അത് പാർട്ടി കൂടി ആലോചിച്ച ശേഷമായിരിക്കണം ഒരു പ്രഖ്യാപനം നടത്തുന്നത്. അതാണ് പാർട്ടി ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ അവിടെയാണ് ആധികാരികമായി മൈക്ക് വാങ്ങിക്കൊണ്ട് റോഷി അഗസ്റ്റിൻ ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തുന്നത്. റോഷി അഗസ്റ്റിൻ്റെ ശൈലി ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് ഇങ്ങനെ ഇടയ്ക്ക് തമാശ പറയുകയും അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിനിടയിൽ ഇങ്ങനെ ഇടപെടുകയും ചെയ്യുന്ന രീതി റോഷി അഗസ്റ്റിനെ സംബന്ധിച്ചുണ്ട് എന്ന തീർച്ചയായും തുടരുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.